Draw the possible isomers of the compound with the molecular mass C3H6O. C3H6O. അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. C3H6O എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മോളിക്യൂൾസ് ഓർ ഐസോമേഴ്സ് ഉള്ളതെന്ന്. അപ്പോൾ ഐസോമർ ഉള്ളത് ഇവിടെ ഒരു ഓക്സിജനാണ് ഉള്ളത്. ഒരു ഓക്സിജൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഐദർ OH ഓർ CHO. ഒരു ഓയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് 3 എണ്ണമാണ് ഉള്ളത്. കീറ്റോ. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ആ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫസ്റ്റ് വി ക്യാൻ ചെക്ക് ഇറ്റ് വിത്ത് ആൽക്കഹോൾ. ആൽക്കഹോൾ ആണെങ്കിൽ വാലായിട്ട് ആദ്യം ആൽക്കഹോൾ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ 3 എണ്ണം തന്നെയുണ്ട്, ഹൈഡ്രജൻ 5 തന്നെയുണ്ട്. ഇങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. C3H5 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ ദ അതർ വൺ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നോക്കാം കേട്ടോ. C ഇട്ട് നോക്കാം. എന്നിട്ട് OH വാലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കാർബണിന് വാലൻസി 4 ആണ്. ഇവിടെ ഒരു ബോണ്ട് ഓൾറെഡി ഉണ്ട്. ദെൻ ഇറ്റ് നീഡ്സ് 3 bonds. 3 bonds are satisfied with the hydrogen. Then ഇവിടെ 2 ബോണ്ട് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇനി 2 ബോണ്ടും കൂടി വരും. അത് ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇവിടെയും അതേപോലെ 2 ബോണ്ട് വരും. അപ്പോൾ നോക്കൂ, ഹൈഡ്രജൻ്റെ എണ്ണം 1 2 3 4 5 6 8. 8 ഹൈഡ്രജനെങ്കിലും ഇല്ലാതെ ഈ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇങ്ങനെ OH അല്ല അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ മോളിക്യൂളാണ് CHO ഉണ്ടെങ്കിൽ നോക്കാം, വാലായി CH എഴുതാം. ബാക്കി കാർബൺ 2 എണ്ണം, ബാക്കി ഹൈഡ്രജൻ 6 ടോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം CHOയിലേക്ക് പോയി. ദെൻ ഹൈഡ്രജൻ C2H5 CHO. ഇങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യും. മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങളിങ്ങനെ ചെയ്തിരുന്നാൽ മതി. 2 എണ്ണം ഇടാം, CHO ഇടാം, ഹൈഡ്രജൻ, ബാക്കിയൊക്കെ ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട 3 ഹൈഡ്രജൻ ഇവിടെ വരും, പിന്നെ 2 എണ്ണം ഇവിടെ. 3 ഹൈഡ്രജൻ ഇവിടെ, 2 ഹൈഡ്രജൻ ഇവിടെ. അപ്പോൾ C2H5 CHO ക്യാൻ ബി ഫോംഡ്. അപ്പോൾ ഒരു മോളിക്യൂൾ നമുക്ക് കിട്ടി, അത് C2H5 CHO. ഇനി കീറ്റോൺ വരുന്നുണ്ടോ എന്ന് നോക്കാം. കീറ്റോൺ എപ്പോഴും സെൻറ്ററിലാണ് കിടക്കുക. സെൻറ്ററിൽ കിടന്നു കഴിഞ്ഞാൽ ബാക്കി കാർബൺ 3 കാർബണാണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ 3 കാർബൺ എഴുതി. ദെൻ ഹൈഡ്രജൻ 6 എണ്ണം, 6 ഹൈഡ്രജനാണ് വരിക. ഇവിടെ 3 ഹൈഡ്രജൻ വരും, ഇവിടെയും 3 ഹൈഡ്രജൻ വരും. ഓക്കെ ആണ്. അപ്പോൾ CH3 CO CH3, അതായത് C2H6CO. ഓക്കെ. അപ്പോൾ ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യും. അതായത് C3 ടോട്ടൽ പറഞ്ഞാൽ C3H6O എന്ന മോളിക്കുലർ ഫോർമുലയിലേക്ക് ഇത് ഓക്കെ ആണ്. അപ്പോൾ രണ്ടാമത്തെ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ മോളിക്യൂൾ CH3CO CH3. ഇനി ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയുമ്പോൾ ഇതിൽ മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. C2H5 CHO. ഇതിനെ നിങ്ങൾ സ്കെലിറ്റൽ ഡയഗ്രാം ആദ്യം കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്കെലിറ്റൽ ഡയഗ്രാം ഇങ്ങനെ 3 C ഉണ്ട്, പിന്നെ CHO, ഈ വാല് CHOൻ്റെ അത് ഇങ്ങനെ, പിന്നെ H. ഈ സ്കെലിറ്റൽ ആദ്യം കൊടുത്തതിന് ശേഷം ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറിലേക്ക് പോകും. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കാർബൺ ആദ്യം എഴുതി. ഈ കാർബണിനെയാണ് ഞാൻ ആദ്യം എഴുതിയത്. ഈ കാർബൺ,
ഈ കാർബണിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഹൈഡ്രജൻ, മുകളിലുള്ള ഹൈഡ്രജന് 1 ഇലക്ട്രോൺ, സൈഡിലുള്ള ഹൈഡ്രജന് 1 ഇലക്ട്രോൺ, ഈ സൈഡിലെ അടിയിലുള്ള ഹൈഡ്രജന് 1 ഇലക്ട്രോൺ. ദെൻ ഈ കാർബണിന് 4, ഈ സെക്കൻഡ് കാർബൺ എടുത്തു, സെക്കൻഡ് കാർബണിൽ 4 ഇലക്ട്രോൺസ്, 4. ഹൈഡ്രജൻ 1, ഈ ഹൈഡ്രജൻ 1. ഇനി ഈ കാർബണിലേക്ക് ഇവിടെ ഒരു ഇലക്ട്രോണും ഇപ്പുറത്തൊരു ഇലക്ട്രോണും, മുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക 2 ഇലക്ട്രോൺ കൊടുക്കുക, കാരണം അവിടെ ഡബിൾ ബോണ്ടാണ് വരുന്നത്. അപ്പോൾ ഓക്സിജന് അതേപോലെ തന്നെ ഓക്സിജൻ്റെ ബാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവുക. അതിൽ ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ട് 2 ഇലക്ട്രോൺ ഒരു സൈഡിലിട്ട് കൊടുത്തു, ബാക്കി 4 ഇലക്ട്രോൺ ഉണ്ട്, 4 ഇലക്ട്രോൺ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അവിടെ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി ഒരു ഹൈഡ്രജൻ കൂടിയാണ് നമുക്കുള്ളത്, ആ ഹൈഡ്രജനെ ഇങ്ങനെയും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രജന് 2 മതി, ഒക്ടറ്റ് ആവാൻ 2 മതി. എല്ലാ ഹൈഡ്രജനും 2 എണ്ണം വെച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഈ ഹൈഡ്രജൻ. ഇനി ഓക്സിജൻ ടോട്ടൽ 8, 6 എണ്ണം സ്വന്തം, 2 എണ്ണം കാർബണിൽ നിന്ന് എടുത്തു. ഇനി എല്ലാ കാർബൺ എടുക്കുമ്പോൾ 8 എണ്ണം ഈ ഹൈഡ്രജൻ്റെ എല്ലാത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും ഈ കാർബണിൻ്റെയും കൂടി എടുത്താൽ 8ആയി മാറും. ഇനി ഈ കാർബണിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് ഈ കാർബണിൻ്റെ കൂടി എടുക്കുകയാണെങ്കിൽ 8ആയി മാറും. ഇനി ഇവിടെ നിന്ന് എടുത്താൽ ഈ കാർബണിൻ്റെ എടുക്കുകയാണെങ്കിൽ 2, ഓക്സിജൻ്റെ 4, ഓക്കെ, ഓക്സിജൻ്റെ 2, കാർബണിൻ്റെ 2, 4, 6, 8. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ C2H5CHOൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാം. മനസ്സിലായോ മക്കളെ? ഇനി അടുത്തത് നമുക്ക് CH3CO CH3യുടെ കീറ്റോൺ, CH3CO CH3. ഇതും ആദ്യം സ്കെലിറ്റിൽ വരയ്ക്കാം, CCC. ഇനി ഓക്സിജൻ കീറ്റോണിൽ ഇങ്ങനെ ഡബിൾ ബോണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി H, ഇവിടെ H, ഇവിടെ H, ഇവിടെ H. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാം. ഒരു ഫസ്റ്റ് കാർബണിന് 4 ഇലക്ട്രോൺ ചുറ്റിനും ഉണ്ടാവും. അടുത്ത കാർബണിനും ഇതേപോലെ തന്നെ 4 ഇലക്ട്രോൺ ഉണ്ടാവും, പക്ഷേ ഇതിന് ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് 2 ഇലക്ട്രോണിന് ഒരു സൈഡിലേക്ക് എഴുതി. അടുത്ത കാർബണും ഇതേപോലെ തന്നെ 4 ഇലക്ട്രോൺ ഉണ്ടാവും. ഇനി ഹൈഡ്രജൻ, താഴെയുള്ള ഹൈഡ്രജന് 1 ഇലക്ട്രോൺ, സൈഡിലുള്ള ഹൈഡ്രജന് 1 ഇലക്ട്രോൺ, മുകളിലുള്ള ഹൈഡ്രജന് 1 ഇലക്ട്രോൺ. മുകളിൽ അടുത്തതിൽ ഓക്സിജനാണ്. ഓക്സിജൻ ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ട് 2 എണ്ണം ഒരു സൈഡിലേക്ക് ഇട്ടു, ബാക്കി 4 എണ്ണം 2 സൈഡിലായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ഹൈഡ്രജന് 1 ഇലക്ട്രോൺ വീതം, ഇവിടെ ഹൈഡ്രജന് 1 ഇലക്ട്രോൺ, ഇവിടെ ഹൈഡ്രജന് 1 ഇലക്ട്രോൺ. ഇനി ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ 2ആണ് ഹൈഡ്രജൻ്റെ ഒക്ടറ്റ്. എല്ലാ ഹൈഡ്രജനും റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഒരു കാർബണിൽ നിന്ന് 1 ഇലക്ട്രോണും സ്വന്തമായി നിൽക്കുന്ന 1 ഇലക്ട്രോണും സ്വീകരിച്ച് ഹൈഡ്രജൻ ഒക്ടറ്റായി മാറിയിരിക്കുന്നു. ഇനി ഓക്സിജൻ്റെ ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സ്വന്തമായിട്ട് 6 ഉണ്ട്, അത് കാർബണിൻ്റെ 2 എണ്ണം കൂടി സ്വീകരിച്ച് ഒക്ടറ്റായി മാറുന്നു. ഇനി കാർബണിൻ്റെ നോക്കാം. ഓരോ ഇലക്ട്രോൺ ഹൈഡ്രജനിൽ നിന്നും എടുത്തു, പിന്നെ ഈ കാർബണിൻ്റെ 1 ഇലക്ട്രോൺ കൂടി എടുത്തു. ഇനി അതേപോലെ ഇവിടെ ഓക്സിജനിൽ നിന്നുള്ള 2 ഇലക്ട്രോൺ, ഈ കാർബണിൻ്റെ 2 ഇലക്ട്രോൺ, പിന്നെ ഈ കാർബണിലേക്കും കൂടിയിട്ട് ഇങ്ങനെ വരും ഒക്ടറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോക്കൂ, ഇവിടെ 1 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ കാർബണിൻ്റെ 2 ഇലക്ട്രോൺ, ഈ കാർബണിൻ്റെ 1 ഇലക്ട്രോൺ, പിന്നെ ഈ കാർബണിൻ്റെ 1 ഇലക്ട്രോണും ഈ കാർബണിൻ്റെ 1 ഇലക്ട്രോണും കൂടി ഒക്ടറ്റായി. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ.
ഇതാണ് CH3COCH3യുടെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അപ്പോൾ എപ്പോഴും ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ആദ്യം സ്കെലിറ്റൽ ഫോർമുല വരയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറിലേക്ക് പോകുക.